പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിപ്പോൾ ഇത് 3-ാം പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇത് 7-ാം പ്രാവശ്യമാണ് ഇന്ന് പുതുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും സ്നേഹവും കടപ്പാടും എൻ്റെ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടുമാണ്. എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എന്നും അമ്മയാണ്. എനിക്ക് മറ്റാരും ഇല്ലയെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അമ്മയിൽ ആശ്രയിക്കാറുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ സാക്ഷ്യമായിട്ട് പറയുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് എൻ്റെ അനിയത്തി ഒരു നൺ സിസ്റ്ററാണ്. അവൾക്ക് കണ്ണിൻ്റെ കാഴ്ച ഒരു മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് പോയി. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച്, ചേച്ചി ഉടമ്പടി എടുക്കുന്നയാളല്ലേ, എൻ്റെ കണ്ണിന് കാഴ്ച പോയി, ഞാനിനി എന്ത് ചെയ്യും? അവളൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്, ഞാനിനി എങ്ങനെ ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ഓണമെല്ലാം ഉണ്ടിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഈ വാർത്ത കേട്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര സങ്കടമായി. മുമ്പിൽ മറ്റൊരു വഴികളും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടിയാണല്ലോ. അതോർത്തുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്തു. ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് 15 ദിവസത്തിന് ശേഷം കാഴ്ച തിരിച്ചു കിട്ടി. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അന്ന് ഓണത്തിൻ്റെ ദിവസമായതുകൊണ്ട് എവിടെയും ഒരു ഡോക്ടർമാരെ പോലും അവൾക്ക് കൺസൾട്ട് ചെയ്യാൻ കിട്ടിയില്ല. അവസാനം ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് മെഡിക്കൽ കോളേജിൽ വിളിച്ച് സ്പെഷ്യലായിട്ടൊരു ഡോക്ടറെ, ഐ സ്പെഷ്യലിസ്റ്റിനെ റിക്രൂട്ട് ചെയ്തിട്ടാണ് ഇവളെ നോക്കിയിട്ട് കണ്ണിൻ്റെ കാഴ്ച, റെറ്റിനയുടെ 90% കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കാഴ്ച തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കാഴ്ച ഭാഗികമായിട്ട് തിരിച്ചു വന്നു. 60% പിന്നെ കോശങ്ങളും തിരിച്ചു വന്നെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെയും ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും മൂടൽമഞ്ഞിനകത്തൂടെ നമ്മൾ കാണുന്ന പോലെ കാണാൻ തുടങ്ങി. അതിനുശേഷം പയ്യെ കണ്ണ് ക്ലിയറായി വന്നു. അങ്ങനെ കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടി. ഇത് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ഭയങ്കര ഇതായിരുന്നു. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്യാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും എന്നോട് എപ്പോഴും അന്വേഷിക്കും, ചേച്ചി എങ്ങനെയാണ് ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ ചെയ്യുന്നതെന്ന്. ഞാൻ എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് സുഗന്ധം കിട്ടുന്നു എന്നൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും, ഞാനെപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്നയാളാണല്ലോ, എനിക്ക് ഇതുവരെ ഒരു അനുഭവം പോലും കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് എൻ്റെ വിശ്വാസം സ്ഥിരീകരിക്കാൻ അമ്മ എനിക്കൊരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ മാമോദീസയുടെ അന്ന് പരിശുദ്ധ അമ്മ എൻ്റെ നെറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനത് അറിയുന്നത് അന്നേരമൊന്നും അറിഞ്ഞിട്ടില്ല. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഫോട്ടോ കിട്ടിയത്. ആ ഫോട്ടോ കിട്ടി, അത് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ആ ഫോട്ടോ നന്നായിട്ട് കാണാമായിരുന്നു. ഞാനിതിപ്പം ഇവിടെ അച്ഛനെ കാണിച്ചു, പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കണ്ടു. എൻ്റെ ഹസ്ബൻഡിനെയാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എൻ്റെ നെറ്റിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കാവോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എടി ഇത് നിൻ്റെ കൃപാസന മാതാവല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കരയുവാണോ ചിരിക്കുവാണോ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ 1000 നന്ദി. ഞാൻ എറണാകുളം ജില്ലയിലെ പച്ചാളം ചാത്യാത്തിടവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഉടമ്പടിയിൽ വെച്ച 4 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. അതിൽ എൻ്റെ മോൾക്ക് IELTS കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനായിരുന്നു. പക്ഷേ അത് കിട്ടണമെങ്കിൽ ഒത്തിരി IELTS മോൾ 2 പ്രാവശ്യം എഴുതിയതാണ്. പക്ഷേ ഒരു മൊഡ്യൂളിന് 5.5 വന്നു. പക്ഷേ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും 6 വേണം. പക്ഷേ ഓവറോൾ നല്ല സ്കോർ ഉണ്ടായിരുന്നു. റീഡിങ്ങിന് മാത്രം 5.5. 2 പ്രാവശ്യം എഴുതിയപ്പോഴും സെയിം തന്നെയാണ് വന്നത്. പിന്നെ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യാം, ഏജൻസി പറഞ്ഞു. പഴയ IELTS സ്കോർ വെച്ചിട്ട് നമുക്ക് ടൊറൻറ്റോയിൽ തന്നെ നല്ല കോളേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നൊരു ഓപ്ഷൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെയ്തു വെച്ചു. എങ്കിലും നമ്മൾക്ക് പോകണമെങ്കിൽ IELTS 2ാമത് എഴുതണം, നല്ല സ്കോറും കിട്ടണം, ഇൻഡിവിജ്വൽ 6 ലഭിക്കണം. അപ്പോൾ മോൾക്ക് ആകെ ടെൻഷനായി. എങ്കിലും ഞങ്ങൾ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്തു. IELTS ഒരു പ്രാവശ്യം കൂടി എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ മോള് കാശ് രൂപയൊക്കെ ആയിട്ടാണ് എക്സാം എഴുതിയത്.
വന്നപ്പോൾ മമ്മി എനിക്ക് റീഡിങ് പിന്നെയും ടഫായിരുന്നു. ഒട്ടും എന്താ വെച്ചാൽ ഇനി അടുത്ത ഡേറ്റ് എടുത്തോ മമ്മി, എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങൾ ജാനുവരി ഇൻടേക്കാണ് നോക്കിയത് പോകാൻ. അപ്പോൾ മോൾക്ക് ഒക്ടോബർ ആയി, ഏകദേശം ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പം നമുക്ക് ടൈമില്ല, 3 മാസം മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ ആകെ ടെൻഷനായി. ഓഫർ ലെറ്റർ വന്നിട്ടില്ല, IELTS ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ 2 പ്രാവശ്യം ഉടമ്പടി ജാനുവരിയിലാണ് ഞാൻ എടുത്തത്. 1-ാം തീയതി, ജാനുവരി 26-ാം തീയതി എടുത്തെങ്കിലും എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആയിട്ട് പാലിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പേപ്പർ കിട്ടിയാലും ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തിരുന്നത്. അതുപോലെ എൻ്റെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അത് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ 3-ാമത് ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ കറക്റ്റ് എല്ലാം പാലിക്കുമെന്ന് തന്നെ ഒരു നിശ്ചയം എടുത്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പേപ്പർ കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാൻ അതായത് പള്ളിയിൽ 3 സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് വരുന്ന എല്ലാവർക്കും കൊടുത്തു. ചിലർ വേണ്ടാന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ എല്ലാവർക്കും ആ പേപ്പർ മൊത്തം സബ്മിറ്റ് കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി. ഞാൻ ഡെയിലി രാവിലത്തെ ഫുഡ് കഴിക്കില്ല, പക്ഷെ ഉണ്ടാക്കും. അത് ഞാൻ മോളെ കോളേജിൽ ആക്കുമ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും വയ്യാത്തൊരു ആൾക്ക് അത് കൊടുക്കും ഡെയിലി. അങ്ങനെ ഒരു ആഴ്ചയിൽ 6 ദിവസവും ഞാൻ ഫാസ്റ്റ് ചെയ്യും. അതുപോലെ ഫുഡും കൊടുക്കും. അതുമാത്രമല്ല, എൻ്റെ അടുത്ത് ഒത്തിരി അമ്മമാർ വരാറുണ്ട് സഹായം ചോദിച്ച്. ഒരിക്കലും അവരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, ഡ്രസ്സാണെങ്കിലും പൈസ ആണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി അമ്മമാരെ കണ്ടു, കിടപ്പായിട്ട് രോഗികളായിട്ടുള്ള അമ്മമാരെ കണ്ടു. അവർക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യം വാങ്ങിച്ചു കൊടുക്കാനും അവരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും. ഇനി ക്രിസ്മസിന് ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ കുറച്ച് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. അങ്ങനെയും ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എന്നെ ഫോണിൽ വിളിക്കും. എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. പള്ളിയിൽ കറക്റ്റായിട്ട് പോകാനും ഡെയിലി പ്രെയർ മുടങ്ങൂല. എനിക്കൊരു ഷോപ്പുണ്ട്, എനിക്കൊരു കോഫി ഷോപ്പാണ് എൻ്റെ വീടിൻ്റെ താഴത്ത് തന്നെയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് റൺ ചെയ്യുന്നത്, അവിടെ സ്റ്റാഫൊന്നുമില്ല. അപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളാണെങ്കിലും ഷോപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഒന്നും വിടില്ല, എല്ലാം കറക്റ്റായിട്ട്. കൊന്ത മാത്രം ഫാമിലിയായിട്ട് മേളിച്ച് എന്നിട്ട് വേണം എത്തിക്കാൻ. ഇച്ചിരി ലേറ്റ് ആവും, കാരണം 10 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം പ്രാർത്ഥന എത്തിക്കാൻ. പക്ഷെ അതുപോലും ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ഹസ്ബൻഡ് ഇല്ലെങ്കിലും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലും. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നടന്നത്. ഫസ്റ്റ് വന്നത് എൻ്റെ മോളുടെ 5:30 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഓഫർ ലെറ്റർ, അതായത് മെയിൽ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ മോൾക്ക് ഓഫർ ലെറ്റർ വന്ന് കിടക്കണതാണ് ഹംബറിൽ നിന്ന്. അത് 4 മാസമായിട്ട് ഓഫർ ലെറ്റർ കിട്ടിയില്ല. ശരിക്കും 2 weeks 3 months 1 month കൊണ്ടൊക്കെ കിട്ടും. പക്ഷേ ഇത് ഹംബർ എന്ന് പറഞ്ഞ കോളേജ്, അത് ഇച്ചിരി ടഫാണ് കിട്ടാൻ. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. പക്ഷേ എൻ്റെ മോൾക്ക് 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഏജൻസി വിളിച്ച് ചോദിക്കും, ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയും 2ാമത് അപ്ലൈ ചെയ്യണോ? അപ്പോൾ അവർ ഇല്ല, കിട്ടും മാഡം, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. IELTS റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതും എൻ്റെ മോൾക്ക് ഇതുപോലെ 5:30 പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത് മെയിൽ. അതിൽ ഞാൻ നോക്കിയത് റീഡിങ്ങിന് എൻ്റെ മോൾക്ക് എത്രയുണ്ടെന്നാണ്. എൻ്റെ മോൾക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും 6, ലിസ്ണിങ്ങിന് 8.5, എല്ലാത്തിനും ഓവറോൾ 7 കിട്ടി. എൻ്റെ മാതാവിൻ്റെ മോൾക്ക് നല്ല സ്കോർ. ജാനുവരി ഇൻടേക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല, കാരണം സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയാണ് നടന്നതെന്നൊന്നും അറിയില്ല. ഫീസ് അടയ്ക്കാനും എല്ലാ കാര്യങ്ങളും കൂടുതൽ എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കാനും എല്ലാം സ്പീഡിൽ നടന്നു. വിത്തിൻ 15 days മോളുടെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ബയോമെട്രിക്സ് മെഡിക്കൽ എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. എല്ലാത്തിനും ഞാൻ പ്രാർത്ഥിച്ച്, എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് മാതാവ് തരും. കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അത് മെയ്യിലേക്കാണ് ഞങ്ങൾ വിചാരിച്ചത് കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് ജാനുവരി ഇൻടേക്ക് ഡേറ്റ് ഇട്ട് ഇന്നത്തെ ഡേറ്റ് പ്രാർത്ഥിച്ച് ഇന്ന് വിസ അപ്രൂവൽ വന്നു മോൾക്ക്. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പാസ്പോർട്ട് നാളെ സബ്മിറ്റ് ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. അതുകൂടാതെ ഞങ്ങൾക്ക് ഈ കാനഡ വിസ എന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ് കിട്ടാൻ. കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇയേഴ്സ് ബാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫാമിലി വിസ. അങ്ങനെ ഒത്തിരി വിസിറ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല.
എല്ലാത്തിലും ഞങ്ങൾക്ക് റിജക്ഷൻസ് ആണ്. കാരണം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ട്, എൻ്റെ ഡാഡി എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പോയാൽ തിരിച്ചു വരില്ല. പിന്നെ PR-ൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയില്ല, അങ്ങനെ ഒത്തിരി റീസൺ കൊണ്ട് റിജക്ഷൻസ് വന്നു. അപ്പോൾ ഏജൻസി പറഞ്ഞത് മോളുടെ കാര്യം നടക്കാൻ പ്രയാസമാണ്, കാരണം നിങ്ങൾക്ക് ഹിസ്റ്ററി അവർ ചോദിക്കുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ 50% ഏജൻസി പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ മെയിൽ വന്നു, അവിടെ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് വിസ അപ്രൂവലായെന്ന്. ഇനിയും ഉടമ്പടിയിൽ 2 കാര്യങ്ങളും കൂടി ഉണ്ട്. അതിലൊരു കാര്യം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും എനിക്ക് ഉടനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരെണ്ണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതും അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി. എൻ്റെ പേര് ലിൻസി സാറാ ജോൺ. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. സെൻറ്റ് മാർക്സ് ചർച്ചിലാണ് ഞാൻ അവിടെ കൂടി വരുന്നത്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനുമാണ്. എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷി പറയാൻ ഒരു അവസരം തന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഒരിക്കലും ഈ അമ്മ ചെയ്ത അനുഭവത്തിന് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. ഞാൻ 2020 ജാനുവരി 2-ാം തീയതിയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. കാരണം ഞാൻ വളരെയധികം വിഷമങ്ങളുള്ളപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കാണും, പ്രാർത്ഥനകൾ കാണും. അപ്പോൾ എനിക്ക് മാതാവിൽ ഒത്തിരി വിശ്വാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം കൃപാസനത്തെക്കുറിച്ച് കാണാൻ എനിക്കിടയായി. ഞാനത് കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് കൃപാസനത്തിൽ വരണം, എനിക്കറിയില്ല എങ്ങനെ വരണമെന്നറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ നോക്കി ഗൂഗിൾ വഴി സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു, നാട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ്. അപ്പം ബ്രദർ പറഞ്ഞു, നീ വാ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാനും എൻ്റെ മകനും കൂടെ വന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ വാതിക്കൽ വന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയേറെ വിഷമത്തോടെയാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല, ഒന്നുമില്ല. എൻ്റെ മോനെ നോക്കി വളർത്തണം. ഞാനും എൻ്റെ ഹസ്ബൻഡുമായി സെപ്പറേറ്റഡ് ആണ്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേരിൽ കുറേ കേസുകൾ കൊടുക്കുന്നു. എനിക്ക് നാട്ടിൽ വരാൻ ഭയമാണ്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലുമെന്നുള്ള പേടി കാരണം എനിക്ക് എൻ്റെ മോനെയും കൂടെ നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കേസിന് വരുമ്പോൾ ഞാൻ പേടിച്ചാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ പോകത്തില്ല, വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. കുറേ പ്രാവശ്യം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എന്നെ അവിടുന്ന് സംരക്ഷിക്കണം. എൻ്റെ ഈ കേസെല്ലാം പിൻവലിച്ച് എനിക്കൊരു സമാധാനമായൊരു ജീവിതം തരണം. അത് മാത്രം. ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചതാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കൊരു വിദേശത്ത് പോകാൻ പറ്റുകയില്ല. ഒരു രീതിയിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ ആ ഇഷ്യൂ ഒന്ന് മാറ്റി തരണേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. മൂന്നാമത് ഞാനൊരു ഭവനത്തിനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മ, ഞാൻ വാടക വീട്ടിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കഴിയുന്നത്, എനിക്ക് യാതൊരു മാർഗ്ഗമില്ല. കാരണം അവിടെയൊക്കെ ജോലി ചെയ്താൽ വാടക കൊടുക്കാനേ ഉള്ളൂ, എനിക്കൊന്നുമില്ല. എൻ്റെ മോൻ അവിടെ പഠിപ്പിക്കണം, കേസിന് വക്കീലിന് കൊടുക്കണം, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഭവനത്തിനായിട്ട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു, 1000 തവണ ഞാൻ എഴുതി പ്രാർത്ഥിച്ചു, മുട്ടേതിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്നും പള്ളിയിൽ, അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, ശനിയാഴ്ച തോറും കാൻമാർക്കറ്റ് പള്ളിയിൽ ഞങ്ങൾ പോകും. ഞാനും മോനും കൂടാണ് പോകുന്നത്, പ്രാർത്ഥിക്കും. ഞാൻ പറയും, എൻ്റെ മാതാവ്, എനിക്കൊരു ഭവനം വേണം. കാരണം എൻ്റെ നാട്ടിൽ എനിക്ക് പറ്റത്തില്ല വരാൻ, എൻ്റെ മോനെ എനിക്ക് വളർത്തണം, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും ഇങ്ങനെ ഞാൻ കരയുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കണ്ണുനീര് മാറ്റും. എൻ്റെ മമ്മി കരയണ്ട, നമുക്ക് ഈശോ വീട് തരും, അമ്മ നമുക്ക് വീട് തരും എന്നും പറഞ്ഞ് എൻ്റെ മോനെ ആശ്വസിപ്പിക്കും. ഞാനൊരു വീടിന് അപേക്ഷ കൊടുത്തു. എൻ്റെ കയ്യിൽ ആ വീട് നോക്കാൻ പോകുമ്പോൾ 500 രൂപയും എൻ്റെ അമ്മ മാതാവിൻ്റെ കാശ് രൂപ മാത്രമേ ഉള്ളൂ, എൻ്റെ വേറെ ഒന്നുമില്ല. ഞാൻ പോയി വീട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക, എനിക്ക് 1 മുറിയിലൊരു വീട് മതി. പക്ഷേ ഞാൻ പോയി കണ്ടത് എനിക്ക് 3 മുറിയിലൊരു വീട്. എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീട് ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ജോലി, വരുമാനം ഒന്നും സ്ഥിരമില്ല. ഞാൻ ബാങ്കിൽ, അവർ പറഞ്ഞു നിങ്ങൾക്ക് തരും, 90% ലോൺ തരും, ബാങ്കിൽ നിങ്ങൾ പേപ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പേപ്പർ കൊടുത്തു. ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പറയാം. ഞാനൊരു നേഴ്സാണ്, പക്ഷേ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെന്ന് എന്നെ റിജക്റ്റ് ചെയ്യുവാണ്. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. അപ്പം ഞാൻ ഹോം കെയർ പോലെ ഡെയിലി വേജസിന് ഞാൻ ജോലി ചെയ്യുന്നു. ബാങ്കിൽ ചെന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും? കാരണം മാസം 30,000 രൂപ അടയ്ക്കണം, നിങ്ങൾ എങ്ങനെ അടയ്ക്കും? അപ്പം ഞാൻ ഓക്കെ, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക്, മാതാവേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വീടാണ്, നിൻ്റെ രൂപം കൊണ്ട് ഞാൻ കയറിയ ആദ്യത്തെ വീടാണ്, പക്ഷേ എനിക്ക് ആ വീട് വേണമല്ലോ. അന്നോട്ട് കരഞ്ഞു. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തിങ്കളാഴ്ച 9 മണിയായപ്പോൾ എന്നെ വിളിച്ചു ബാങ്കിൽ നിന്ന്, മാഡം ഫ്രീ ആണെങ്കിൽ ബാങ്കിൽ വരാമോ? ഞാൻ പറഞ്ഞു വരാം. ഞാൻ ചെന്നു. ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ വലത്തേ കയ്യിൽ വെച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, എന്തെങ്കിലും ഒരു വഴി തരണേ. ഞാൻ ചെന്നു ഇരുന്നു. എന്നോട് പറഞ്ഞത്, മാഡം സൈൻ ചെയ്ത് ലോൺ സാങ്ഷനായി. എനിക്ക് 26 ലക്ഷം രൂപ ലോൺ സാങ്ഷനായി. എനിക്ക് വീട് എൻ്റെ അമ്മ എനിക്ക് തന്നു. ഞാൻ എൻ്റെ
എൻ്റെ വീട് വെഞ്ചരിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട്. എൻ്റെ പള്ളിയിലെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ വെച്ചിട്ട് ഞാൻ എന്ത് വെക്കുകയുള്ളൂ. എൻ്റെ മോനും അതുപോലെയാണ്. എൻ്റെ മോന് ആദ്യം വിശ്വാസമൊന്നുമില്ല, കുഞ്ഞു കുട്ടിയാണ്. പക്ഷെ അവന് കാർട്ടൂണും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കും. നമുക്ക് ഈശോ തന്നത് എല്ലാം ഉള്ളൂ, നമുക്കൊന്നുമില്ല മോനെ, നമുക്കൊന്നുമില്ല. പക്ഷെ ഞാൻ അവന് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവന് ഒത്തിരി വിശ്വാസമായി. എക്സാമിന് എന്ന് രാവിലെ 6:45 സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പം അമ്മ പ്രാർത്ഥിക്കുക, ഓടി പ്രെയർ റൂമിൽ പോവും, പ്രാർത്ഥിക്കും. എന്നോട് പറയും, അമ്മ ഓയിൽ എനിക്ക് തേച്ചതാ. അപ്പം ഞാൻ കുരിശ് വരച്ച് അങ്ങനെയാണ് എൻ്റെ മോൻ പോകുന്നത്. ഒരു ചെറിയ കാശ് രൂപ ഉണ്ട്, അത് എന്നും അത് സ്കൂളിൽ കൊണ്ടുപോകും. ഒരു ദിവസം പോലും മാറ്റി വെക്കത്തില്ല. അവൻ്റെ ക്രിസ്ത്യൻ സ്കൂളാണ്, പക്ഷേ അതൊന്നും അലൗഡ് അല്ല. എങ്കിലും അവൻ്റെ കയ്യിലൊരു ചെറിയൊരു റോസറി ഉണ്ട്, റോസറി വെക്കും. പോകുന്ന വഴിക്കെല്ലാം വിശ്വാസപ്രമാണം എൻ്റെ മോൻ ചൊല്ലും. ഞാൻ ചിലപ്പോൾ എനിക്ക് സ്പൈന് പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ പറയും, മോനെ വിശ്വാസപ്രമാണം ചൊല്ല, എനിക്ക് ഓയിലിട്ട് തരാം. ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കുരിശ് വരച്ചിട്ട് തന്നിട്ട്, അമ്മ കുറഞ്ഞോ? ഇപ്പം ഞാൻ പറയും, മോനെ കുറവുണ്ട്. അങ്ങനെ എൻ്റെ മോന് നല്ല വിശ്വാസമായി. എൻ്റെ ഹസ്ബൻഡുമായുള്ള പ്രശ്നത്തിൽ ഞാൻ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേസുകളെല്ലാം പിൻവലിച്ചു, ഒരു കേസ് പോലും ഇല്ല. കോടതി കുടുംബക്കോടതി നിന്ന് എൻ്റെ കുട്ടിയെ കൊടുക്കണമെന്നൊരു ഓർഡർ വരെ എനിക്ക് വന്നതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ തിരിച്ച് വേണ്ട, നീ കുഞ്ഞിനെ നോക്കിക്കോ, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ ആ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ട് എന്നെ ആക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. എന്നോട് പറഞ്ഞു, കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാൻ തിരിച്ചു കൊണ്ടാക്കണം. ഞങ്ങളിവിടെ ഹോട്ടലിലാണ് ഇപ്പം താമസിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്തു, പക്ഷേ എനിക്ക് വരാൻ പറ്റുന്നില്ല. വെള്ളപ്പൊക്കം മറ്റു കാരണങ്ങൾ എനിക്ക് വരാതെ ഞാനത് ക്യാൻസൽ ചെയ്തു. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വരുമെന്ന് ഉറപ്പിച്ചു. എൻ്റെ അമ്മ മാതാവിനെ കൊണ്ട് എത്തിച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഏപ്രിൽ 22 കാർ ഓടിക്കുമായിരുന്നു. പെട്ടെന്ന് സ്റ്റിയറിങ്ങിന് കയറി തീ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് ബെൽറ്റ് വന്ന് ആ സമയം കൊണ്ട് ഫുള്ള് തീ കത്തി. അവൾ പറയുന്ന, ചേച്ചി ഞാൻ മരണം മുന്നിൽ കണ്ടു. ഞാൻ ആദ്യം ഓർത്തത് ചേച്ചിയാണ്. ചേച്ചി എപ്പോഴും പറയും പ്രാർത്ഥിക്കണം. പക്ഷേ ഞാൻ അന്നേരം ഓർത്തു എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഒരു കൂട്ടുകാരി വിളിച്ചിങ്ങനെ പറഞ്ഞു, അവൾക്കിങ്ങനെ പറ്റി, ഒറ്റയ്ക്കകത്ത് കയറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു, കാശ് രൂപ എടുത്തു. ഞാൻ നേരെ പോയി ചെന്നപ്പോൾ ഓറ്റിന്ന് ഇറക്കാറായിരിക്കുന്നു. ഓറ്റിന്ന് എന്ന് കണ്ടപ്പോൾ കഴുത്ത് തൊട്ട് താഴെ വരെയും അവളെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഇവക്ക് നടക്കണം, വലത് സൈഡും വലത് കൈയും, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവക്ക് നടക്കണം, അവിടെ സ്വന്തം കാര്യം ചെയ്യണം. എൻ്റെ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ സഞ്ചാരി മാതാവേ, നീ വാ എന്നു ഞാൻ പറഞ്ഞ് അവിടെ നെറ്റിയിൽ ഞാനിങ്ങനെ കാശ് രൂപം വെച്ചു, പ്രാർത്ഥിച്ചു. അവൾക്ക് ഭയങ്കര വേദനയാണ്. കാരണം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളലാണ്, അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഏത് സെഡേഷൻ കൊടുത്താലും അവൾക്ക് ഉറക്കമില്ല. അവൾ 3 മാസം ഉറങ്ങിയില്ല. ഞാനിങ്ങനെ ചെല്ലും, കാരണം എനിക്ക് സ്റ്റെയർ കേസുകളൊന്നും കയറാൻ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെ ആഴ്ചയിലേ പോകത്തുള്ളൂ. ഞാൻ ചെന്നു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പത്രം എൻ്റെ കിട്ടി. ഞാൻ പത്രം കൊണ്ട് അവിടെ തലയുടെ കീഴിൽ വെച്ചു. പറഞ്ഞിട്ട്, നീ പ്രാർത്ഥിക്കുക, നീ ഒരു കത്തോലിക്ക വിശ്വാസിയല്ല, നീ പ്രാർത്ഥിക്കുക, നീ അമ്മയിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. അന്നോട്ട് അവൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ധാരധാരയായിട്ട് ഒഴിച്ചു. അവൾ പറയുന്നത്, ചേച്ചി ഫ്രിഡ്ജിൽ നിന്ന് ഒരു തണുപ്പ് അനുഭവിക്കുന്ന പോലെ എൻ്റെ കൈകളിൽ എനിക്ക് തണുപ്പ് അനുഭവിക്കുന്നു, എനിക്ക് ചേച്ചി ചൂടില്ല, എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ അവൾക്ക് വളരെ അത്ഭുതകരമായ ഒരു സൗഖ്യം കിട്ടി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ അവൾ വന്ന് സാക്ഷി പറയും. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വയ്യാതെ വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ് വന്നത്. അങ്ങനെ നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. അത് 2020 അതിനുശേഷം 2022 മസ്കറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലി ഒരു 5-6 മന്ത് ചെയ്തതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് വയ്യാതെ വന്നു. ഡോക്ടറെ അവിടെ കാണിച്ചു. പുള്ളിക്കാരി ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസറാണ്, നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, എത്ര ദിവസത്തെ ലീവ് എടുത്ത് വേണമെങ്കിലും ചെയ്തോ, ട്രീറ്റ്മെൻറ്റ് ചെയ്തോ. പിറ്റേ ദിവസം ഫ്ലൈറ്റിന് വന്നു. ഇവിടെ റെയ്ന മെഡിസിറ്റിയിൽ കാണിച്ചു. ഡോക്ടർ സർജറി രാവിലെ കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ PSC കഴിഞ്ഞു, സർജറി ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടു. എൻ്റെ ദൈവമേ, ഇനിയും തിരിച്ച് ഈ രോഗം അവൾക്ക് കൊടുക്കരുത്. കാരണം 2 കുട്ടികളുണ്ട്, ഒത്തിരി കടങ്ങളും ഒത്തിരി പ്രയാസങ്ങളുമാണ്. സ്വന്തമായിട്ടൊരു ഭവനമില്ല. പക്ഷേ സൗദിയിൽ ഒത്തിരി ജോലി പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതവർ അതിനായിട്ട് വിനിയോഗിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 8 ലക്ഷം രൂപ കടം മേടിച്ചാണ് അവൾ മസ്കറ്റിന് പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇങ്ങനെ ഒരു അസുഖം ഇനി അവൾക്ക് കൊടുക്കരുത്. ഞാൻ വന്ന് അവിടെ സാക്ഷി പറയാം, അവൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയാം. അവൾ വരുമ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന് സാക്ഷി പറയാം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്രോത്തും ഇല്ല, അത് നോർമലായിട്ടൊരു മുഴയാണ്, ഒരു പ്രശ്നവുമില്ല.
അവൾ തിരിച്ച് മസ്കറ്റ് തിരിച്ചു പോയി. മാർച്ചിൽ വരുമ്പം ഇനിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ധ്യാനം കൂടാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദിവസവും അവൾ മാർത്തോമയാണ്. അപ്പോൾ അവൾക്ക് കൊന്ത ചൊല്ലാനോ പ്രാർത്ഥനയോ ഒന്നും അറിയത്തില്ല. ഞാൻ എല്ലാം എൻ്റെ ഫോൺ വഴി ഞാൻ അയച്ചു കൊടുത്തു. അതേപോലെ അവരുടെ ബ്രദറിനും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ഭയങ്കര വിശ്വാസം, അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. അവർ പറഞ്ഞു ഇനി മാർച്ചിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്നൊരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ട്.